നടൻ ധനുഷിനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുകയാണ് നയൻതാര. തനിക്കും ഭർത്താവും സംവിധായകനുമായ വിഘ്നേഷ് ശിവനുമെതിരെ ധനുഷ് പ്രതികാരം തീർക്കുകയാണെന്നാണ് നയൻതാരയുടെ ആരോപണം. സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന 3 പേജുള്ള തുറന്ന കത്തിൽ മൂർച്ചയേറിയ വാക്കുകളിലൂടെയാണ് ധനുഷിനെതിരെ നടി സംസാരിക്കുന്നത്. നയൻതാര വിഘ്നേഷ് ശിവൻ വിവാഹത്തോടനുബന്ധിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയാണ് പ്രശ്നങ്ങളുടെ മൂല കാരണം. വിഘ്നേഷ് ശിവൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ഞാനും റൌഡിത്താൻ എന്ന ചിത്രം നിർമ്മിച്ചത് ധനുഷാണ്. 2015 പുറത്തിറങ്ങിയ ചിത്രത്തിൽ നയൻതാരയായിരുന്നു നായിക. തമിഴിലെ യുവ സംവിധായകൻ വിഘ്നേഷ് ശിവനും ലേഡി സൂപ്പർസ്റ്റാർ നയൻതാരയും വിവാഹിതരായത് 2022 ജൂൺ മാസത്തിലാണ്. ഇന്ത്യൻ സിനിമ മുഴുവൻ ആഘോഷിച്ച താരവിവാഹമായിരുന്നു ഇരുവരുടേതും. പ്രമുഖ OTT പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിന് മാത്രമായിരുന്നു ചടങ്ങിന്റെ വീഡിയോ പകർത്താനുള്ള അവകാശമുണ്ടായിരുന്നത്. ഷാരൂഖ് ഖാൻ, രജനീകാന്ത്, മണിരത്നം, അജിത്, വിജയ്, സൂര്യ, ബോണി കപൂർ തുടങ്ങി വിവാഹത്തിന് സാക്ഷിയാകാൻ മഹാബലിപുരത്തെത്തിയത് ഇന്ത്യൻ സിനിമയുടെ താരമുഖങ്ങൾ. വിവാഹത്തിന് പിന്നാലെ നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന പേരിൽ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സ് പ്രഖ്യാപിച്ചു. ഞാനും റൌഡിത്താൻ എന്ന ചിത്രത്തിന്റെ സെറ്റിലാണ് നയൻസും വിഘ്നേഷും കണ്ടുമുട്ടുന്നത്. തീർത്തും പ്രൊഫഷണലായ കണ്ടുമുട്ടലും പരിചയവും പിന്നീട് പ്രണയമായി മാറുകയായിരുന്നെന്ന് ഡോക്യുമെന്ററിയുടെ ട്രെയിലറിന് പിന്നാലെ വന്ന പ്രൊമോഷൻ വീഡിയോയിൽ നയൻതാര പറയുന്നുണ്ട്. സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ ഇരുവരുടെയും പ്രണയവും ചിത്രത്തിന്റെ നിർമ്മാതാവ് കൂടിയായ ധനുഷിന്റെ അനിഷ്ടവും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞിരുന്നു. ഞാൻ റൌഡിത്താൻ എന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ ഉപയോഗിക്കുന്നതിന് ധനുഷ് നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകാതെ 2 വർഷമായി തടഞ്ഞുവച്ചെന്നും ഡോക്യുമെന്ററി പുറത്തെത്തുന്നത് വൈകിയതിന് കാരണം ഇതാണെന്നുമാണ് നയൻതാര പറയുന്നത്. ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോകൾ 3 സെക്കൻഡ് സമയം മാത്രം ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിന് 10 കോടി രൂപ ആവശ്യപ്പെട്ട് ധനുഷ് നോട്ടീസ് അയച്ചിരിക്കുന്നതായും നയൻതാര പറയുന്നുണ്ട്. നയൻതാര ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: എന്നെക്കുറിച്ചുള്ള നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി പുറത്തിറങ്ങുന്നത് കാണാൻ എന്റെ ആരാധകരും അഭ്യുദയകാംക്ഷികളും ഏറെ നാളായി കാത്തിരിക്കുകയാണ്. ഈ പ്രൊജക്ടിന് നേരെ വന്ന എല്ലാ പ്രതിസന്ധികളും ഞങ്ങൾ നേരിട്ടു. വലിയൊരു കൂട്ടം കലാകാരന്മാരും സാങ്കേതിക വിദഗ്ധരും സിനിമയിലെ സുഹൃത്തുക്കളും ഇതിനായി യോജിച്ച് പ്രവർത്തിച്ചു. നിങ്ങൾ എനിക്കെതിരെയും എന്റെ ചിത്രത്തിനെതിരെയും എന്റെ ജീവിത പങ്കാളിക്കെതിരെയും പ്രകടിപ്പിക്കുന്ന പക ഞങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്, ഇതിനുവേണ്ടി സമയം ചെലവിട്ട് കഠിന പ്രയത്നം ചെയ്ത ആളുകളെ കൂടിയാണ്. എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചുമുള്ള ഈ ഡോക്യുമെന്ററി സിനിമയിൽ എന്റെ ഒരുപാട് അഭ്യുദയകാംക്ഷികളുടെ പ്രതികരണങ്ങൾ അടങ്ങുന്നുണ്ട്. ചില ചിത്രങ്ങളിൽ നിന്നുള്ള ഓർമ്മകൾ അവർ സ്നേഹത്തോടെ പങ്കുവയ്ക്കുന്നു. പക്ഷേ ദുഃഖകരമെന്ന് പറയട്ടെ, അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും സ്പെഷ്യലുമായ ഞാനും റൌഡിത്താനില്ല. നീണ്ട 2 വർഷങ്ങളാണ് നിങ്ങളോട് പൊരുതേണ്ടി വന്നത്. എതിർപ്പില്ല എന്ന നിങ്ങളുടെ സാക്ഷ്യപത്രവും ഡോക്യുമെന്ററി പുറത്തിറക്കാനുള്ള നിങ്ങളുടെ അനുമതിയും വേണ്ടിയിരുന്നു. കാത്തിരിപ്പിനൊടുവിൽ അത് വിട്ടുകളയാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ഞാനും റൌഡിത്താനിലെ ഗാനരംഗങ്ങളോ മറ്റ് ദൃശ്യങ്ങളോ ഉപയോഗിക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഞങ്ങൾക്ക് ഡോക്യുമെന്ററി റീ എഡിറ്റ് ചെയ്യേണ്ടി വന്നു. പലതവണ അഭ്യർത്ഥിച്ചിട്ടും സ്റ്റിൽ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടുത്താൻ പോലും നിങ്ങൾ അനുവദിച്ചില്ല. ഇന്നും പ്രശംസിക്കപ്പെടുന്നതാണ് ഞാനും റൌഡിത്താനിലെ ഗാനങ്ങൾ. കാരണം അതിലെ വരികൾ ശുദ്ധമായ വൈകാരികതയിൽ നിന്നുണ്ടായതാണ്. ഡോക്യുമെന്ററിയിൽ ഇതിലും നല്ല സംഗീതം ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിങ്ങളോട് അത്രയേറെ അപേക്ഷിച്ചത്. പാട്ടിലെ വരികൾ പോലും ഉൾപ്പെടുത്താനുള്ള അവസരം നിഷേധിച്ചത് തന്നെ അങ്ങേയറ്റം വിഷമിപ്പിച്ചുവെന്ന് നയൻതാര പറയുന്നുണ്ട്. വിഘ്നേഷ് ശിവൻ എഴുതിയ തങ്കമേ എന്ന ഗാനം സിനിമയിലും ഇരുവരുടെയും പ്രണയത്തിലും പ്രധാനപ്പെട്ടതായിരുന്നു. ധനുഷിന്റെ നിസ്സഹരണത്തിനുള്ള കാരണം കച്ചവട താൽപര്യങ്ങളോ സാമ്പത്തിക വിഷയങ്ങളോ ആയിരുന്നുവെങ്കിൽ മനസ്സിലാക്കാമായിരുന്നുവെന്നും തങ്ങളോടുള്ള വ്യക്തിവൈരാഗ്യം പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും നാൾ തീരുമാനമെടുക്കാതെ മനഃപൂർവ്വം വൈകിപ്പിച്ചതെന്നും നയൻസ് ആരോപിക്കുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററിയുടെ ട്രെയിലർ റിലീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ അയച്ച വക്കീൽ നോട്ടീസാണ് അതിലേറെ ഞെട്ടിച്ചത്. വെറും 3 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ദൃശ്യശകലങ്ങൾ ഉപയോഗിച്ചതിനെ നിങ്ങൾ ചോദ്യം ചെയ്ത വരികൾ വായിച്ച് ഞെട്ടിപ്പോയി. ഞങ്ങളുടെ സ്വന്തം ഡിവൈസുകളിൽ പകർത്തിയ വീഡിയോകളായിരുന്നു അവ. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പ്രചാരത്തിലുള്ളവയും. ചിത്രീകരണത്തിനിടയിലെ 3 സെക്കൻഡ് വീഡിയോയ്ക്ക് നിങ്ങൾ നഷ്ടപരിഹാരമായി ചോദിച്ചത് 10 കോടി രൂപയാണ്. നിഷ്കളങ്കരായ ആരാധകർക്ക് മുന്നിൽ ഓഡിയോ ലോഞ്ചുകൾക്കിടെ അവതരിപ്പിക്കുന്ന വ്യക്തിത്വത്തിന്റെ പകുതി പോലും യഥാർത്ഥമല്ല. ധനുഷ് പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടാണെന്ന് മറ്റാർക്കറിയില്ലെങ്കിലും തങ്ങൾക്കറിയാമെന്നാണ് നയൻതാര പറയുന്നത്. നിർമ്മാതാവ് എന്ന നിലയിൽ ധനുഷിന്റെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് ഞാനും റൌഡിത്താൻ. ആ ചിത്രത്തെക്കുറിച്ച് പറഞ്ഞ അത്യന്തം മോശമായ വാക്കുകളെല്ലാം ഓർത്തിരിക്കുന്നുണ്ടെന്നും റിലീസിന് മുന്നേ പറഞ്ഞ ചില വാക്കുകൾ തങ്ങളിൽ ഉണങ്ങാത്ത മുറിവുകൾ ഉണ്ടാക്കിയെന്നും താരം പറയുന്നുണ്ട്. സിനിമ ബ്ലോക്ക് ബസ്റ്റർ ആയത് ധനുഷിന്റെ അഹംഭാവത്തെ വ്രണപ്പെടുത്തിയെന്ന് താൻ സിനിമയിലെ സുഹൃത്തുക്കളിൽ നിന്ന് മനസ്സിലാക്കിയെന്നും 2016 ഫിലിം ഫെയർ അവാർഡ് ഷോ കണ്ട ആർക്കും ചിത്രത്തിന്റെ വിജയത്തിൽ ധനുഷിന്റെ നീരസം വ്യക്തമായിട്ടുണ്ടെന്നും നയൻതാര പറയുന്നു. ബിസിനസ് മത്സരങ്ങൾ ഉണ്ടാകുമെങ്കിലും പ്രമുഖ വ്യക്തികളാരും തന്നെ മറ്റുള്ളവരുടെ വ്യക്തി ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാറില്ല. അത്തരം വിഷയങ്ങളിലെ ആദരവും മര്യാദയും
ഒരാളുടെ ഹൃദയവിശാലത അനുസരിച്ചിരിക്കും. തമിഴ്നാട്ടിലെ ജനങ്ങളും മനസാക്ഷിയുള്ള ആരും ഇതൊന്നും പ്രോത്സാഹിപ്പിക്കില്ലെന്നാണ് വിശ്വസിക്കുന്നത്. ഭൂതകാലത്തിൽ താങ്കൾക്ക് അറിയാമായിരുന്ന ആളുകളുടെ വിജയത്തിൽ സമാധാനം നഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിന് സ്വസ്ഥതയുണ്ടാകട്ടെ എന്നും എല്ലാവർക്കുമുള്ളതാണ് ഈ ലോകമെന്നും നയൻതാര കത്തിൽ പറയുന്നുണ്ട്. സിനിമാ പശ്ചാത്തലം ഒന്നുമില്ലാത്ത സാധാരണക്കാർക്കും സിനിമയിൽ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കുന്നത് ഉൾക്കൊള്ളാൻ കഴിയണം. കുറച്ചു കള്ളക്കഥകൾ കെട്ടിച്ചമച്ച് പഞ്ച് ലൈനുകൾ കൂട്ടിച്ചേർത്ത് അത് അടുത്ത ഓഡിയോ ലോഞ്ചിൽ പ്രസംഗിക്കുമായിരിക്കും. മറ്റൊരു വ്യക്തിയുടെ ദുരിതത്തിൽ നിന്നും ആനന്ദം കണ്ടെത്തുന്നതിനെ പറയുന്ന ഷാഡൻ ഫ്രോയിഡ് എന്ന ജർമ്മൻ പദം ധനുഷിന്റെ വൊക്കാബുലറിയിൽ ചേർക്കാനും കത്തിൽ പറയുന്നുണ്ട്. സിനിമ സെറ്റിലെ ഇരുവരുടെയും പ്രണയം ഷൂട്ടിംഗ് ഷെഡ്യൂൾ നീളാനും സിനിമയുടെ ബജറ്റ് കൂടാനും കാരണമായെന്ന് 2015 വാർത്തകൾ പ്രചരിച്ചിരുന്നു. നയൻതാര പോസ്റ്റിൽ പരാമർശിക്കുന്ന 2016 ഫിലിം ഫെയർ അവാർഡ് വേദി ഇരുവരും തമ്മിലുള്ള ശീതയുദ്ധം പരസ്യമാക്കി. എം മണികണ്ഠൻ സംവിധാനം ചെയ്ത കാക്കാമുട്ടയായിരുന്നു ഫിലിം ഫെയർ പുരസ്കാരങ്ങളിൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. നാനും റൌഡിതാനിലെ പ്രകടനത്തിന് നയൻതാര മികച്ച നടിയായി. സ്റ്റേജിൽ സംസാരിച്ച ധനുഷ് കാക്കമുട്ടയിലെ അഭിനേതാക്കളെ അഭിനന്ദിച്ചെങ്കിലും നയൻസിനെ പറ്റി ഒരു വാക്കുപോലും പറയാൻ തയ്യാറായില്ല. പിന്നാലെ സ്റ്റേജിൽ കയറിയ നയൻതാര ധനുഷിന് എന്റെ അഭിനയം ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു, സോറി ധനുഷ്, പുരസ്കാരം വിഘ്നേഷിന് സമർപ്പിക്കുന്നു എന്ന് മറുപടി പറഞ്ഞു. ഇൻഡസ്ട്രിയിൽ ഇത്രയും സീനിയറായ 2 താരങ്ങൾ തമ്മിലെ തർക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ധനുഷിനെയും നയൻതാരയെയും പിന്തുണച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. സിനിമാ താരങ്ങൾ ഉൾപ്പെടെ നിരവധി പേരാണ് കമന്റുകളിൽ നയൻസിന് പിന്തുണയറിയിക്കുന്നത്. അതേസമയം ധനുഷ് വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല.